ഗൈസ് വെൽക്കൻ്റെ കുഞ്ഞാറ്റ സ്ലാക്സ്. അപ്പം ഇന്ന് വിഷുവിൻ്റെ തലയിലാണ് ഗൈസ്. ഇന്ന് കുറേ പരിപാടികളുണ്ട്. പടക്കം പൊട്ടിക്കണം, വിഷു കഴിഞ്ഞ് റെഡി ആക്കണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നേരെ ഇവിടേക്ക് പോവാം. പിന്നെ ഗൈസ് പുനസ് നല്ല ഒക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അച്ഛനും പുനസും കൂട്ടാതെ പടക്കം പൊട്ടിക്കുന്ന സ്ഥലങ്ങളൊക്കെ റെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ വേഗം ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പടക്കം പൊട്ടിക്കായിരുന്നു. പുന്നൂസ് ആദ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പടക്കം പൊട്ടിക്കുക. പിന്നെ അവൾ കമ്പിത്തിരി കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛന് പെട്ടെന്ന് ഓലപ്പടക്കം പൊട്ടിച്ച്. അപ്പോൾ അവിടെ മുതൽ പിന്നെ അവൾ കത്തിക്കാൻ പോലുമേ. പിന്നെ ഗൈസ് അതിൻ്റെ പിറ്റേന്ന് അവൾ നല്ലപോലെ കത്തിച്ച് പേടിയൊന്നുമില്ലാണ്ട് അച്ഛൻ കൊണ്ടുവന്ന് ഇരുത്തി കത്തിച്ച് തടഞ്ഞു. പിന്നെ എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ നന്നായി കത്തിച്ച്. എനിക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ വാക്കൊക്കെ. പിന്നെ ആദ്യം നല്ല കോൺഫിഡൻറ്റിലൊക്കെ ഇരുന്നു. പിന്നെ ഞാനിരുന്ന് നല്ല കളിയായിരുന്നു, ഒക്കെ വെച്ച് നല്ല പിന്നെ ഓലപ്പടക്കം എനിക്ക് ആർക്കും ഇഷ്ടമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുന്നൂസ് പെട്ടെന്ന് ആ ഓലപ്പടക്കം പൊട്ടിച്ചപ്പോഴാണ് ആ കാര്യം ഉണ്ടായ. അപ്പോൾ ഗൈസ് അങ്ങനെ പൊന്നസിനെ കുഞ്ഞിക്ക് പേടിക്കുമാറിയാണ്. എൻ്റെ പൊന്നസിനെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് കത്തിക്കാൻ പേടിയാണ്. അതാ ഒരു കമ്പി ഞങ്ങൾ ഇങ്ങനെ കത്തിക്കുക. ഗൈസ് നിങ്ങൾ നോക്കിക്കോ പൊന്നസ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ച്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്നിട്ടാണ് നിങ്ങൾക്ക് അറിയാതിരിക്കുക കണി എടുക്കണം ഗൈസ്. രാത്രി 10-10:30 ആയി. ഞങ്ങൾ ആ സമയത്ത് തന്നെ ഇറങ്ങാം, ഇപ്പോൾ ലേറ്റ് ആയി പോയി. വിഷുക്കണി എടുക്കണേ, വിഷുക്കണി ഒരുക്കിയ ശേഷം മാത്രമേ ഞാൻ ഉറങ്ങിട്ടുള്ളൂ ഗൈസ്. പിന്നെ നമുക്ക് നേരെ പണി എടുക്കണം, വീഡിയോയിലേക്ക് കൃഷ്ണനെ നോക്കാനാണല്ലേ, അടി കഴിക്കാനല്ലേ.
കഞ്ഞിയൊക്കെ വെച്ച് guys, ഇതാണ് ഞങ്ങളുടെ കണി. ഗൈസ് ഇവള് പറഞ്ഞു പാടും നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞു കൃഷ്ണ രാധാ അത് പാട്ടല്ലേ പാടിയ ആ പാട്ട് വിഷുണ്ട് അതൊക്കെ പോയി പല്ലേച്ച് കുടിച്ചിട്ട് തരാം. ഗൈസ് അങ്ങനെ പൊന്നൂസ് ചെയ്തിട്ട് ഇതേ പൊന്നൂസ് കണി കാണുന്നതാണ് അല്ലേ? പൊന്നൂസേ കുഞ്ഞാറ്റ കുളിച്ച് ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പൊന്നൂസ് കുളിച്ച് റെഡിയാകും അല്ലേ ഇപ്പാ? അങ്ങനെ ഗൈസ് ഞങ്ങൾ രണ്ടുപേരും റെഡി കഴിഞ്ഞു. ഇതാണ് പൊന്നൂസിന്റെ ഫിറ്റ്, ഇതാണ് എന്റെ ബാക്ക് എന്റെ അമ്മ തയ്ച്ചതാണ് ഗൈസ്. പൊന്നൂസിന്റേത് അല്ല അമ്മ തയ്ച്ചതല്ല ഗൈസ്. പൊന്നൂസിന് തയ്ക്കാൻ പറ്റിയില്ല ഇങ്ങനത്തെ ഡ്രസ്സ്. പൊന്നൂസ് ചിലപ്പോ പറഞ്ഞത് ഇടുമായിരിക്കും ഇങ്ങനത്തെ ഡ്രസ്സ്, ഇതേപോലത്തെ കളറുള്ള ഡ്രസ്സ് ചിലപ്പോ പറഞ്ഞാലും ചിലപ്പോ പറഞ്ഞാലുണ്ടാവും. കാരണം തയ്ക്കാൻ പറ്റാത്തത് പൊന്നൂസ് അമ്മേന്റെ മിഷൻ കേടായി പോയി, അതുകൊണ്ടാണ് തയ്ക്കാൻ പറ്റാണ്ടിരുന്നത്. അപ്പൊ നമുക്ക് അച്ഛൻ വന്നിട്ട് അതെ അച്ഛൻ വന്നിട്ട് കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണം. പുറത്തൊക്കെ പോയി കൃഷ്ണനൊക്കെ അച്ഛന്റെ വക കൈ നീട്ടം. കുഞ്ഞാറ്റക്ക് ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി അതിനെ മാത്രം ഇട്ട് കറിയൊക്കെ പുറകെ വരും അല്ലേ? ഗൈസ് ഞങ്ങളുടെ സദ്യയൊക്കെ വിളമ്പിയിട്ടുണ്ട് ഗൈസ്. ഒരു സദ്യ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. സദ്യ ഗൈസ് നമ്മൾ സേമിയ പായസം ചോമ. അപ്പൊ ഗൈസ് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ എത്രയുള്ള ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള മറക്കരുത്. പിന്നെ ഹാപ്പി വിഷു.